ഉൽപ്പത്തി പുസ്തകം 50-ാം അധ്യായം. ജോസഫ് തൻ്റെ പിതാവിൻ്റെ മുഖത്തേക്ക് വീണു, അദ്ദേഹത്തെ പ്രതി വിലപിക്കുകയും അദ്ദേഹത്തെ ചുംബിക്കുകയും ചെയ്തു. ജോസഫ് തൻ്റെ ദാസന്മാരായ വൈദ്യന്മാരോട് തൻ്റെ പിതാവിനെ സുരഭീകരിക്കാൻ ആജ്ഞാപിച്ചു. വൈദ്യന്മാർ ഇസ്രായേലിനെ തൈലം പൂശി 40 ദിവസം കൊണ്ട് അദ്ദേഹത്തിനു വേണ്ടി അവർ അത് പൂർത്തിയാക്കി. കാരണം അങ്ങനെയാണ് അവർ സുരഭീകരണ ദിനങ്ങൾ പൂർത്തിയാക്കിയിരുന്നത്. ഈജിപ്തുകാർ 70 ദിവസം അദ്ദേഹത്തെ പ്രതി വിലപിച്ചു. അദ്ദേഹത്തിനു വേണ്ടിയുള്ള വിലാപദിനങ്ങൾ പിന്നിട്ടപ്പോൾ ജോസഫ് ഫറവോയുടെ കുടുംബത്തോട് ഇപ്രകാരം പറഞ്ഞു: നിങ്ങളുടെ ദൃഷ്ടികളിൽ ഞാൻ സംപ്രീതി കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ ഫറവോയുടെ ചെവികളിൽ ഇപ്രകാരം ഉണർത്തിച്ചാലും, എൻ്റെ പിതാവ് എന്നെക്കൊണ്ട് ഒരു പ്രതിജ്ഞ ചെയ്യിച്ചിരുന്നു. ഇതാ ഞാൻ മരിക്കാറായി, എനിക്ക് വേണ്ടി ഞാൻ കാനാൻ ദേശത്ത് തയ്യാറാക്കിയിരിക്കുന്ന എൻ്റെ കല്ലറയിൽ തന്നെ നീ എന്നെ സംസ്കരിക്കണം എന്നാണ് അവൻ പറഞ്ഞത്. അതുകൊണ്ട് ഇപ്പോൾ ഞാൻ പോയി എൻ്റെ പിതാവിനെ സംസ്കരിച്ചിട്ട് തിരിച്ചു വരട്ടെ. ഫറവോ പറഞ്ഞു: അദ്ദേഹം നിന്നെക്കൊണ്ട് പ്രതിജ്ഞ ചെയ്യിച്ചതനുസരിച്ച് നീ പോയി നിൻ്റെ പിതാവിനെ സംസ്കരിക്കുക. അങ്ങനെ ജോസഫ് തൻ്റെ പിതാവിനെ സംസ്കരിക്കാൻ പോയി. അവനോടൊപ്പം ഫറവോയുടെ എല്ലാ ദാസന്മാരും അവൻ്റെ വീട്ടിലെ കാരണവന്മാരും ഈജിപ്ത് ദേശത്തെ എല്ലാ മുതിർന്നവരും പോയി. കൂടാതെ ജോസഫിൻ്റെ കുടുംബം മുഴുവനും അവൻ്റെ സഹോദരന്മാരും അവൻ്റെ പിതാവിൻ്റെ കുടുംബവും. തങ്ങളുടെ കുട്ടികളെയും ആടുമാടുകളെയും മാത്രമേ അവർ ഗോഷൻ ദേശത്ത് നിർത്തിയുള്ളൂ. രഥവും കുതിരക്കാരും അവനോടൊപ്പം പോയി. അങ്ങനെ ആ വ്യൂഹം അതിസാന്ദ്രമായിരുന്നു. ജോർദാന് അക്കരെയുള്ള അത്താദിലെ മെതിക്കളം വരെ അവരെത്തി. അവിടെ അവർ വിപുലവും അതിതീവ്രവുമായ ഒരു ദുഃഖാചരണം നടത്തി. അവൻ 7 ദിവസം തൻ്റെ പിതാവിനു വേണ്ടി വിലാപം അനുഷ്ഠിച്ചു. അന്നാട്ടിൽ നിവസിച്ചിരുന്ന കാനാൻകാർ അത്താദിൻ്റെ മെതിക്കളത്തിൽ നടന്ന വിലാപം കണ്ടപ്പോൾ പറഞ്ഞു: ഇത് ഈജിപ്തുകാർക്ക് ഗൗരവമേറിയ ഒരു വിലാപം തന്നെ. അതുകൊണ്ട് ജോർദാനക്കരെയുള്ള ആബേൽ മിസ്രയീം എന്ന് അതിനെ പേരു വിളിക്കുന്നു. എന്നിട്ട് അദ്ദേഹത്തിൻ്റെ പുത്രന്മാർ തങ്ങളോട് കൽപ്പിച്ചിരുന്ന പോലെ തന്നെ അദ്ദേഹത്തിനായി പ്രവർത്തിച്ചു. അദ്ദേഹത്തിൻ്റെ പുത്രന്മാർ അദ്ദേഹത്തെ കാനാൻ ദേശത്തേക്ക് സംവഹിച്ചു. മക്പലായുടെ പറമ്പിലെ ഗുഹയിൽ അവർ അദ്ദേഹത്തെ സംസ്കരിച്ചു. അബ്രാഹം മാമ്രയ്ക്ക് മുമ്പിലായി ഹിത്യനായ എഫ്രോണിൽ നിന്ന് കല്ലറയ്ക്കുള്ള അവകാശമായി വാങ്ങിയതാണ് ആ പറമ്പ്. തൻ്റെ പിതാവിനെ സംസ്കരിച്ച ശേഷം ജോസഫ്, അവനും അവൻ്റെ സഹോദരന്മാരും അവൻ്റെ പിതാവിനെ സംസ്കരിക്കാനായി അവനോടുകൂടെ ഇറങ്ങിത്തിരിച്ച എല്ലാവരും ഈജിപ്തിലേക്ക് മടങ്ങി. തങ്ങളുടെ പിതാവ് മരിച്ചെന്ന് കണ്ട് ജോസഫിൻ്റെ സഹോദരന്മാർ പറഞ്ഞു: ഇനി മിക്കവാറും ജോസഫ് നമ്മെ വെറുക്കുകയും നാം അവനോട് ചെയ്ത ദ്രോഹത്തിനെല്ലാം നമ്മോട് നിശ്ചയമായും പകരം വീട്ടുകയും ചെയ്യും. അവർ ജോസഫിന് ഇപ്രകാരം ഒരു സന്ദേശം നൽകി: അങ്ങയുടെ പിതാവ് തൻ്റെ മരണത്തിനു മുമ്പ് ഇങ്ങനെ കൽപ്പിച്ചിരുന്നു. ജോസഫിനോട് നിങ്ങൾ ഇപ്രകാരം പറയണം: ദയയുണ്ടാകണമേ, അങ്ങയുടെ സഹോദരന്മാരുടെ അതിക്രമവും പാപവും സദയം ക്ഷമിക്കണമേ. എന്തെന്നാൽ അവർ അങ്ങയോട് ദ്രോഹം ചെയ്തു. എന്നാൽ ഇപ്പോൾ അങ്ങയുടെ പിതാവിൻ്റെ ദൈവത്തിൻ്റെ ദാസന്മാരുടെ അതിക്രമം സദയം പൊറുക്കണമേ. തന്നോട് അവർ പറഞ്ഞതിനെ പ്രതി ജോസഫ് കരഞ്ഞുപോയി. പിന്നീട് അവൻ്റെ സഹോദരന്മാർ തന്നെ വന്ന് അവൻ്റെ മുമ്പിൽ വീണു. അവർ പറഞ്ഞു: ഇതാ ഞങ്ങൾ അങ്ങേക്ക് അടിമകളാണ്. ജോസഫ് അവരോട് പറഞ്ഞു: നിങ്ങൾ പേടിക്കേണ്ട, ഞാൻ എന്താ ദൈവത്തിൻ്റെ സ്ഥാനത്താണോ? നിങ്ങൾ എനിക്കെതിരെ തിന്മ വിഭാവനം ചെയ്തു, ദൈവമാകട്ടെ അത് നന്മയ്ക്കായി പരിഗണിച്ചു. ഒരു വലിയ ജനത്തിൻ്റെ ഇന്നത്തെ പോലുള്ള ജീവസന്ധാരണത്തിനു വേണ്ടിയാണ് അവിടുന്ന് പ്രവർത്തിച്ചത്. ആകയാൽ ഇപ്പോൾ നിങ്ങൾ ഭയപ്പെടേണ്ട, നിങ്ങളെയും നിങ്ങളുടെ കുഞ്ഞുങ്ങളെയും ഞാൻ പോറ്റിക്കൊള്ളാം. അങ്ങനെ അവൻ അവരെ സാന്ത്വനപ്പെടുത്തുകയും അവരോട് ഹൃദ്യമായി സംസാരിക്കുകയും ചെയ്തു. ജോസഫ് അവൻ്റെ പിതാവിൻ്റെ കുടുംബത്തോടൊപ്പം ഈജിപ്തിൽ പാർത്തു. ജോസഫ് 110 വർഷം ജീവിച്ചു. എഫ്രായിമിൻ്റെ 3-ാം തലമുറയിലെ മക്കളെ ജോസഫ് കണ്ടു. മനാസയുടെ മകനായ മാക്കീറിൻ്റെ കുഞ്ഞുങ്ങളും ജനിച്ചത് ജോസഫിൻ്റെ മുട്ടുകളിലാണ്. ജോസഫ് തൻ്റെ സഹോദരന്മാരോട് പറഞ്ഞു: ഞാൻ മരിക്കുകയാണ്, എന്നാൽ ദൈവം നിങ്ങളെ തീർച്ചയായും സന്ദർശിക്കും. അവിടുന്ന് നിങ്ങളെ ഈ നാട്ടിൽ നിന്ന് അബ്രഹത്തിനോടും ഇസഹാക്കിനോടും യാക്കോബിനോടും വാഗ്ദാനം ചെയ്ത നാട്ടിലേക്ക് കൊണ്ടുപോകും. തുടർന്ന് ദൈവം നിങ്ങളെ തീർച്ചയായും സന്ദർശിക്കും. അപ്പോൾ നിങ്ങൾ എൻ്റെ അസ്ഥികൾ ഇവിടെ നിന്ന് കൊണ്ടുപോകണം എന്ന് പറഞ്ഞ് ജോസഫ് ഇസ്രായേലിൻ്റെ പുത്രന്മാരെ കൊണ്ട് പ്രതിജ്ഞ ചെയ്യിച്ചു. 110 വർഷം പ്രായമായപ്പോൾ ജോസഫ് മരിച്ചു.
അവർ അവനെ സുരഭീകരിച്ച് ഒരു പേടകത്തിൽ ഈജിപ്തിൽ സൂക്ഷിച്ചു.